മിത്തോളജിക്കൽ ഹൊറർ ഡിവോഷണൽ എലമെന്റ്സിന്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അയ്യാന മനെ, അതാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. C5 സ്ട്രീം ചെയ്യുന്നത്. അപ്പൊ മംഗൾവാരം പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഈ റൂറൽ മിത്തോളജിക്കൽ അതുപോലെ ഡിവോഷണൽ ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉള്ള പടങ്ങൾ ഇഷ്ടമാണെന്ന് വെച്ചാൽ എന്തായാലും കണ്ടു നോക്കേണ്ട ഒരു സീരീസാണ്. 6 എപ്പിസോഡിന്റെ സീരീസാണ്. അപ്പൊ കന്നഡയിൽ നിന്ന് ഒരു ടൈമിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പടമായിരുന്നു ദിയ. ഒരുവിധം കണ്ടവരൊക്കെ ഭയങ്കര ഇരുന്ന് കരഞ്ഞൊരു സിനിമയാണ്. അതിലത്തെ നായികയില് ഖുഷി രവി, ആൾ തന്നെയാണ് ഈ സീരീസിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സംഭവം എടുത്തു വെച്ചിരിക്കുന്നത് സീരിയൽ മൂഡിലാണ്. പക്ഷെ പെട്ട സാധനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ചന്ദനമഴയിലൊക്കെ പോലെ അമ്മായിയമ്മയും അതുപോലെ തന്നെ മരുമോളൊക്കെ പട്ടുസാരിയും സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ഫുൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസിന്റെ ഒരു അയ്യര് കളി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സീരീസാണ്. പേഴ്സണലി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. ഞാൻ ഒന്നും കാണാനില്ലാത്തപ്പോ ഒരു ഹൈപ്പും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ചുമ്മാ ഇരുന്ന് കണ്ടതാണ്. ഈ സീരീസ് തുടങ്ങുമ്പോൾ നായിക കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകണ ആ ഒരു സീര കാണിക്കുന്നു. അപ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇതെന്തോ നല്ല രീതിയിലല്ല പോണേ, സംതിങ് ഇസ് ഫിഷി സംവെയർന്ന്. പിന്നീട് അങ്ങോട്ട് ഓരോ എപ്പിസോഡിലും ഓരോരുത്തരുടെ പേഴ്സ്പെക്ടീവിൽ നിന്ന് ഒരു കഥ പറയും, അതിലൊരു ട്വിസ്റ്റ് ഉണ്ടാവും. അടുത്ത എപ്പിസോഡിൽ വേറൊരാളൊരു കഥ പറയും, അതിലൊരു ട്വിസ്റ്റ് ഉണ്ടാവും. അതായത് ഈ കൊച്ചാ വീട്ടിൽ കയറി ചെന്നിട്ട് കാലെടുത്ത് വെക്കുമ്പോഴേക്കും തണ്ടപ്പിടി ബൗൾഡാവും ആ പയ്യന്റെ. പിന്നെ ഒന്നും പറയണ്ടല്ലോ. അതായത് ഒരു കൊച്ചു കല്യാണം കഴിച്ച് വരുമ്പോഴേക്കും അവിടെ വന്നിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ പ്രശ്നമാണ്, അങ്ങനത്തെ പ്രശ്നമാണെന്നാണ് യൂഷ്വലി എല്ലാത്തിലും പറയാം. എന്നാൽ ഇതിൽ അങ്ങനെയല്ല. അവിടെയും കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വന്നിട്ട് അവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ ദൈവത്തിന്റെ കോപമാണോ പ്രേതങ്ങളുടെ പ്രശ്നമാണോ അത് ഇനി ആൾക്കാർ തന്നെ ചെയ്യുന്നതാണോ പറയുന്ന ഒരു സീരീസാണ്. ഒരു എപ്പിസോഡ് 18 മിനിറ്റേ ഉള്ളൂ. അതായത് 6 എപ്പിസോഡിന് ഏകദേശം 1.25 മണിക്കൂർ എന്തോ ഈ സീരീസ് ഉള്ളൂ. പക്ഷെ ഭയങ്കര ക്രിസ്പായിട്ടും അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ടൊക്കെ എടുത്തു വെച്ചൊരു സീരീസാണ്. എന്നാലും സീരിയൽ പോലെയൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മംഗൾവാരത്തിൽ പോലെ തന്നെ അത്യാവശ്യം ഡിവോഷണൽ ആയിട്ടുള്ള ഒരു ഫോക്ക് BGM കാര്യങ്ങളൊക്കെയാണ്. ചില സീൻസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു. ഈ കൊച്ചു നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൊച്ചിന്റെ ഭർത്താവിന്റെ ഏട്ടന്റെ ഭാര്യയായിട്ട് ഒരു സ്ത്രീ പെർഫോം ചെയ്തു. അവര് പെട്ടായിരുന്നു. ശരിക്കും ഒരു സൈക്കോ എന്ന് കണ്ടാൽ തന്നെ തോന്നും. C5 അവൈലബിൾ ആണ്. കന്നഡ ഹിന്ദി ഭാഷകളിലാണ് അവൈലബിൾ. സോ ഞാൻ കന്നഡയാണ് കണ്ടത്. ഇംഗ്ലീഷ് സബ് ടൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോഴും കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഈ പടം തെലുങ്കിലല്ലേ അല്ലെങ്കിൽ ഇന്ന പടം കന്നഡയിലല്ലേ ഇറങ്ങിയിരിക്കുന്നത്, പിന്നെ എങ്ങനെ കണ്ടു എന്ന്. അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാന്ന് വെച്ചാൽ എല്ലാം നമുക്ക് കാണാവുന്നേ ഉള്ളൂ. ലാംഗ്വേജ് ഒന്നും സിനിമയ്ക്ക് ഒരു ബാരിയർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഞാൻ മറാത്തി സിനിമയൊക്കെ ഇരുന്ന് കാണുന്നതാണ്. സോ ഇംഗ്ലീഷ് വായിക്കാനും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസിൽ കാണാൻ പറ്റുന്നവർ പ്ലീസ് കണ്ടു നോക്കുക.